ഫുഡ് പോയ്സൺ അല്ലേ, അധിക നേരമൊന്നും കിടക്കേണ്ടി വരില്ല. എന്നാലും ധന്യാൻ്റിക്ക് വിദ്യയുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്നാ വിദ്യ പറഞ്ഞത്. കുറച്ചു ദിവസം കൂടി മെഡിസിൻ തുടരണമെന്ന് പറഞ്ഞു. നന്നായി. ധന്യക്കേ അത് തന്നെ വരണം. അവളുടെ ദുഷ്ട മനസ്സിന്റെ കുഴപ്പം കൊണ്ടാ അങ്ങനെയൊക്കെ സംഭവിച്ചത്. സ്വന്തം മകളുടെ പ്രോഗ്രാം നേരിൽ കാണാൻ ഈശ്വരനെ അനുവദിച്ചില്ലല്ലോ. എന്തിനാ പിന്നെ ഇത്ര ദുഷ്ടതരം? ഒരാളുടെ വിഷമത്തിൽ ഇങ്ങനെ സന്തോഷിക്കുന്ന എന്തിനാ? ദേ ഹരിയേട്ടാ, ഇനി ഇതിൽ കയറി പിടിക്കണ്ട. ഫുഡ് പോയ്സൺ ആയി ധന്യ അഡ്മിറ്റ് ആയ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ചോദിച്ചില്ലേ, എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് അവൾക്ക് മാത്രം എന്താ ഇങ്ങനെ വന്നതെന്ന്. ഇപ്പൊ അതിന്റെ യഥാർത്ഥ സത്യം മനസ്സിലായോ? അവള് മകളുടെ പ്രോഗ്രാം കാണരുതെന്ന് ഈശ്വരന്മാർക്ക് പോലും തോന്നി. ആർക്കെപ്പോ വേണമെങ്കിലും അസുഖം വരാം, അതിനിങ്ങനെയൊക്കെ പറയലേ അമ്മേ. ദേ സൂരജെ, നീ നിന്റെ ഹരിയച്ചനെ പോലെ സംസാരിക്കല്ലേ. അവൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ഈ പ്രായത്തിൽ സൂരജന് തോന്നുന്ന പക്വതയും വിവരവും പോലും ബീനയ്ക്ക് തോന്നുന്നില്ലല്ലോ. ഇതിനുള്ള മറുപടി ഞാൻ ഹരിയേട്ടനോട് നേരത്തെ പറഞ്ഞതാ. ധന്യയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു സെന്റിമെന്റ്സും ഇല്ല. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് തന്നെയാ ശരിയെന്ന് ഈശ്വരന്മാരായിട്ട് കാണിച്ചും തന്നു. ബീന ഒരു കാര്യം ഓർക്കണം, ധന്യ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാത്തതുകൊണ്ട് വിഷമം ധന്യയ്ക്ക് മാത്രമല്ല, സ്വന്തം അമ്മ തന്റെ പ്രോഗ്രാം കാണാൻ മുന്നിൽ തന്നെ ഉണ്ടാവണമെന്ന് വിദ്യയും ആഗ്രഹിക്കില്ലേ? ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? വിദ്യ ചെയ്ത തെറ്റ് ആ ധന്യയുടെ മകളായിട്ട് ജനിച്ചതാ. അവളെപ്പോലെ ഒരു കുശുംബിയുടെ മകൾക്കും കുറച്ചൊക്കെ അനുഭവിക്കേണ്ടി വരും. പിന്നൊരു കാര്യമുണ്ട്, ധന്യ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാത്തത് കൊണ്ട് വിദ്യക്ക് ഗുണമേ ചെയ്യൂ. ആ പ്രോഗ്രാം അത്രയ്ക്ക് നന്നാവും. സത്യത്തില് അമ്മയും ധന്യാൻ്റെയും തമ്മിൽ എന്താ പ്രശ്നം? ഹോ, പണ്ടൊക്കെ എന്ത് സ്നേഹമായിരുന്നു രണ്ടുപേരും. അതിന്റെ റീസൺ നിന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല. എന്തൊക്കെയോ സങ്കല്പിച്ചു കൂട്ടി ഇപ്പോഴും വഴക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എനിക്ക് റീസൺ ഇല്ലാന്ന് ഹരിയേട്ടനോട് ആരാ പറഞ്ഞത്? എന്നെ എല്ലായിടത്തും നാണം കെടുത്താൻ ശ്രമിക്കുന്ന ആളാ ധന്യ. അന്ന് ആദർശിന്റെ വീട്ടിൽ പോയപ്പോ സംഭവിച്ചതൊന്നും എത്ര കാലം കഴിഞ്ഞാലും ഞാൻ മറക്കില്ല. എൻ്റെ അമ്മേ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് എന്ത് എപ്പോ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. പിന്നെന്തിനാ ഈ വാശിയും വൈരാഗ്യവും? ഉള്ള സമയം പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. ദേ സൂരജ, നിന്റെ വേദാന്ത പ്രസംഗമൊന്നും എന്നോട് വേണ്ട. നീയേ എന്റെ മകനാ, അല്ലാതെ എന്റെ അച്ഛനൊന്നും അല്ല എന്നെ ഉപദേശിക്കാൻ. നീ എന്നെ കൂടുതലങ്ങ് ഉപദേശിക്കാനൊന്നും നോക്കണ്ട. അച്ഛനായാലും മക്കളായാലും നല്ലത് പറയുമ്പോൾ അത് കേൾക്കുകയും അനുസരിക്കുകയും വേണം. സൂരജ് ഇപ്പൊ പറഞ്ഞ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആയിക്കോട്ടെ, പക്ഷേ എനിക്കതങ്ങ് സത്യമായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ ധന്യയുടെ യാത്ര മുടങ്ങിയതിനെ സന്തോഷത്തോടെ അല്ലാതെ നോക്കിക്കാണാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ സത്യമായിട്ടേ പറയൂ. ഇനി നിങ്ങളെയൊക്കെ ബോധിപ്പിക്കാൻ മനസ്സിലെ സന്തോഷം മറച്ചു വെച്ച് അയ്യോ ധന്യക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ ഓ എന്ന് വേണമെങ്കിൽ പറയാം. അത് മതിയോ? ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. ബീനയുടെ മനസ്സിൽ തോന്നുന്ന എന്താന്ന് വെച്ചാ അതുപോലെ ചെയ്യേ. എന്റെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന മാത്രമേ ഞാൻ ചെയ്യൂ. അല്ലെങ്കിലും ഒരാൾക്കും പറഞ്ഞു തിരുത്താൻ പറ്റാത്ത സ്വഭാവമാണല്ലോ അമ്മയുടേത്. ഒരു പരിധിവരെ ഞാനും അങ്ങനെയായിരുന്നു. പക്ഷേ മീരയുടെ കൂടെ യാത്രയും മറ്റും തുടങ്ങിയതിൽ പിന്നെ ഞാൻ മാറി. ഇപ്പോൾ ശരിയും തെറ്റും എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല മനസ്സമാധാനമുണ്ട്. ആ, നീ മാറിയല്ലോ, അത് മതി. ഞാനേ ഇങ്ങനെയൊക്കെ തന്നങ്ങ് കഴിഞ്ഞോളാം. ഇനിയിപ്പൊ ധന്യക്ക് പ്രോഗ്രാം കാണാൻ പോവാത്തതിൽ വിഷമിക്കുന്ന ഹരിയച്ഛനും മോനും കൂടി ധന്യയുടെ അടുത്ത് ചെന്ന് അവളെ ആശ്വസിപ്പിച്ചു. എന്തൊക്കെയാ ബീന വിളിച്ചു പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? സത്യം പറയാലോ ഹരിയേട്ടാ, ഇല്ല. ധന്യയുടെ കാര്യം വരുമ്പോ എനിക്ക് ദേഷ്യം മാത്രമേ ഉള്ളൂ. അത് ഈ ജീവിതകാലം മുഴുവൻ അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. മാറുമെന്നാരും കരുതുകയും വേണ്ട. ശരിയാ, നായയുടെ വാല് 12 കാലം കൊള്ളിലിട്ട് വെച്ചാലും വളഞ്ഞു തന്നെ ഇരിക്കുള്ളൂ. നീ എന്തിനാടാ ചിരിക്കുന്നേ? ഒന്നുമില്ല, ഹരിയേച്ചി അമ്മയെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, അതോർത്തപ്പോ ചിരി വന്നതാ. ഓ, സാവിത്രിയമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ പോണോന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയില്ലേ? ആ, പോണോ ആന്റി. എന്തിനാ ലേറ്റാക്കുന്നത്? നിങ്ങൾ വൈകുന്തോറും മനോജിന്റെയും വിദ്യയുടെ യാത്ര താമസിക്കില്ലേ? ഏയ്,
അവരിറങ്ങുമെന്ന് പറഞ്ഞ സമയം ആവുന്നതേ ഉള്ളൂ. മീര റെഡിയായിട്ട് വന്നാൽ ഉടനെ ഇറങ്ങാന്നാ കരുതുന്നത്. സത്യം പറയാല ആദർശേ, അഭിയുടെ കാര്യം ഓർത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്തിന്? അഭി വിഘ്നേഷൻ സേഫ് ആണല്ലോ. പിന്നെ എന്തിനാ അമ്മ ടെൻഷൻ അടിക്കുന്നത്? അതല്ല, അവളില്ലാത്ത സമയം നോക്കി മീരയുടെ മുത്തശ്ശി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതായി അഭിക്ക് തോന്നില്ലേ? മാധവി എന്തായി പറയുന്നത്? ഇങ്ങനൊരു ആവശ്യം വന്നതുകൊണ്ടല്ലേ? അതെങ്ങനെ മുൻകൂട്ടി പറയാൻ പറ്റും? അല്ലെങ്കിൽ തന്നെ സാവിത്രിയമ്മ ഇവിടെ വന്ന് നിൽക്കുന്നതിന് അഭിക്ക് ഇഷ്ടക്കേട് തോന്നേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതെ, വിഘ്നേഷിന്റെ വീട്ടിൽ നിന്ന് പലരും പല സമയത്തും നമ്മുടെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്കോ അമ്മയ്ക്കോ ഒന്നും ഇനിയൊന്നും തോന്നിയില്ലല്ലോ. പിന്നെ അഭിക്ക് എന്തിനാ അങ്ങനെ ഒരു ഇഷ്ടക്കുറവ്? പ്രശ്നം ഉണ്ടായിട്ടല്ല. മക്കളെല്ലാം അമ്മമാർക്ക് ഒരുപോലെയല്ലേ. ആരെയും പിണക്കാനും വേദനിപ്പിക്കാനും ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കില്ല. പിണങ്ങേണ്ട കാര്യമില്ല മാധവി. പക്ഷേ മക്കളുടെ ഭാഗത്തെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാ. ഇവിടെ അബിയുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ഇത്തരം തെറ്റുകൾ തിരുത്തേണ്ടത് മാധവിയാ. പക്ഷേ അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ലെന്നാ എന്റെ പരാതി. തരം കിട്ടുമ്പോഴെല്ലാം ഞാൻ അവളെ നിയന്ത്രിക്കുന്നുണ്ട് ചേച്ചി. പിന്നെ സാവിത്രിയമ്മ വരുന്നത് എനിക്ക് സന്തോഷം തന്നെയാണ്. താനിതുവരെ റെഡിയായില്ലേ മീര? ആദർശേട്ടാ, അമ്മാവും വിളിച്ചിരുന്നു. മുത്തശ്ശി വിളിക്കാൻ ചെല്ലണ്ട, അമ്മായി ചെന്നൈക്ക് പോകുന്നില്ലെന്നാ പറഞ്ഞത്. അല്ല, അതെന്ത് പറ്റി? ആന്റിക്ക് വിദ്യയുടെ ഡാൻസ് കാണാൻ വലിയ ആഗ്രഹമായിരുന്നില്ലേ? അത്ര വലിയൊരു വേദി കിട്ടിയതിൽ വിദ്യയേക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നത് ആന്റി ആയിരുന്നെന്നല്ലേ താൻ പറഞ്ഞത്? എന്നിട്ടിപ്പോ എന്ത് പറ്റി? യാത്രയ്ക്കുള്ള പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് എല്ലാവരും പുറത്തുപോയ സമയത്ത് ഡിന്നർ ഏതോ ഹോട്ടലിൽ നിന്ന് കഴിച്ചതാ. പക്ഷെ അമ്മായിക്കത് പ്രശ്നമായി, ഫുഡ് പോയ്സൺ അടിച്ചുന്ന്. അതുകൊണ്ട് അമ്മായിക്ക് ഇപ്പൊ പോകാൻ പറ്റാത്ത അവസ്ഥയാ. ഇന്നലെ രാത്രി ഹോസ്പിറ്റലായിരുന്നു, രാവിലെ തിരികെ വന്നത്. അമ്മായി പോകുന്നില്ലാത്തോണ്ട് മുത്തശ്ശി അമ്മായിക്കൊപ്പം അവിടെ നിൽക്കാന്നാ പറഞ്ഞത്. രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളെങ്കിൽ ധന്യയ്ക്ക് വയ്യാത്ത അവസ്ഥയായിരിക്കുമല്ലോ. അങ്ങനെയുള്ളപ്പോ വീട്ടിലെ കാര്യങ്ങളും സാവിത്രിയമ്മയുടെ കാര്യങ്ങളും നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? അത് ശരിയാണ്. വയ്യാത്ത മുത്തശ്ശി ധന്യാന്റിയെ നോക്കേണ്ട അവസ്ഥയായിരിക്കുമല്ലോ ഇപ്പോ. അവരോട് രണ്ടുപേരോടും ഇങ്ങോട്ട് വരാൻ പറയാൻ പാടില്ലായിരുന്നോ മീര? അത് ശരിയാ. എന്തായാലും മുത്തശ്ശി ഇവിടേക്ക് വരാൻ തീരുമാനിച്ചതല്ലേ. ധന്യ കൂടി വരുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ശരിയാ, അങ്ങനെ ചെയ്യാം മീര. നമുക്ക് ചെന്ന് അവരെ രണ്ടുപേരും കൂട്ടിക്കൊണ്ടുവരാം. അമ്മായി വരുമെന്നറിയില്ല. എന്തായാലും വയ്യാതിരിക്കുമല്ലേ, അവിടെ നിന്ന് രണ്ടുപേരും കഷ്ടപ്പെടുന്നതിൽ നല്ലത് ഇങ്ങോട്ട് വരുന്നതല്ലേ? അതെ, നിങ്ങൾ ചെന്ന് വിളിക്കുമ്പോ എന്തായാലും വരാതിരിക്കില്ല. ശരി, എന്നാ നമുക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾ പോയി വരുമ്പോഴേക്കും ഞാനും ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. ഇന്നവിടെ ലക്ഷാർച്ചനയും പൂമോടലും ഉണ്ട്. എന്നാ നമുക്ക് റെഡിയാവാം ആദർശേട്ടാ. മോനെ, അവരെ രണ്ടുപേരെ നിർബന്ധിച്ചാണെങ്കിലും കൂട്ടിക്കൊണ്ട് വരണേ. സാവിത്രിയമ്മ വന്നിട്ട് പല കാര്യങ്ങളും സംസാരിക്കാൻ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. അതെന്ത് കാര്യങ്ങളാ? അതൊന്നും നിങ്ങൾക്കത്ര താല്പര്യമുള്ള വിഷയമൊന്നുമല്ല. ക്ഷേത്രത്തിലെ കാര്യങ്ങളും മറ്റുവാ. ഓ, അതാണോ? അപ്പോ സാവിത്രിയമ്മ വരാൻ വേണ്ടിയാണ് ധന്യയെ കൂടി കൊണ്ടുവരാൻ ചേച്ചി പറഞ്ഞത് അല്ലേ? അതുകൊണ്ട്. എന്നാലും ധന്യ വയ്യാതെ അവിടെ സാവിത്രിയമ്മയ്ക്കൊപ്പം നിൽക്കുന്നത് ശരിയല്ലല്ലോ. ഇതിപ്പോ രണ്ടു കൂട്ടർക്കും ഗുണമുള്ള കാര്യമല്ലേ? ശരി ശരി. എന്നാ പിന്നെ താമസിക്കണ്ട മക്കളെ, വേഗം റെഡിയായി ഇറങ്ങാൻ നോക്കൂ. ഞാനും അമ്പലത്തിൽ പോകാൻ റെഡി ആവട്ടെ. ഓ, നിങ്ങളായിരുന്നോ? വാ വാ. അങ്കിളും വിദ്യയും പോകാൻ റെഡിയായില്ലേ? മുത്തശ്ശി വൈകാതെ ഇറങ്ങണം. വിദ്യ, നീ നന്നായിട്ട് പെർഫോം ചെയ്യണേ. എന്റെ പ്രാർത്ഥന നിനക്കൊപ്പം ഉണ്ടാവും. അത് മതി. മീര പ്രാർത്ഥിച്ച ഭഗവാൻ കേൾക്കും. എനിക്ക് നന്നായി പെർഫോം ചെയ്യാനും പറ്റും. വിദ്യയെ നേരി കണ്ട് ആശംസ അറിയിക്കണമെന്ന് കരുതി അന്ന് വന്നത്, പക്ഷെ അത് സാധിച്ചില്ല. ഇപ്പൊ നേരി കണ്ടത് ഭാഗ്യമായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ആദർശേട്ടാ. അമ്മ മീരയുടെ അടുത്ത് വന്ന് നിൽക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാ.
പക്ഷേ ഞാൻ കാരണം അമ്മയ്ക്ക് നിങ്ങൾക്കൊപ്പം വരാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ എന്തിനാ കരുതുന്നേ? നിങ്ങൾക്ക് രണ്ടാൾക്കും ഞങ്ങൾക്കൊപ്പം വരാമല്ലോ. അതൊന്നും വേണ്ട മോളെ. ധന്യക്ക് വയ്യാതിരിക്കുന്ന അവസ്ഥയില് അങ്ങോട്ട് വന്നാ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്? വയ്യാതിരിക്കുന്ന സമയത്തല്ലേ കൂടെ ആൾക്കാർ വേണ്ടത്. ആന്റിയും മുത്തശ്ശിയും കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത്. സത്യമാണോ? അതെ അമ്മായി. ആദർശിന്റെ വീട്ടില് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? അമ്മയും സുഭദ്രാന്റിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. മനോജൻ എന്താ ഒന്നും മിണ്ടാത്തെ? വയ്യാത്ത അവസ്ഥയിൽ അമ്മയും ധന്യയും ഇവിടെ തനിച്ചാക്കിയിട്ട് പോകുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ഇവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി മീരമോളും ആദർശം വന്നല്ലോ. സന്തോഷം. നിങ്ങളൊക്കെ എന്നെ അന്യനായിട്ട് കാണുന്നില്ലേ എനിക്ക് വിഷമമുള്ളൂ. വിശാലിനെ പോലെ കണ്ട് എന്താവശ്യവും എന്നെ അറിയിക്കുന്നതാണ് എനിക്ക് സന്തോഷം. ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ്. മീരമോളുടെ ഭാഗ്യം കൊണ്ട് ആദർശിനെ പോലെ ഒരു ചെറുപ്പക്കാരനെ കിട്ടിയത്. അത് ധന്യ പറഞ്ഞത് ശരിയാ. ഒരുപാട് പ്രതിസന്ധികൾ വന്നാലും അതിനെയെല്ലാം നേരിട്ട് നല്ലൊരു ജീവിതം തന്നെ ഭഗവാൻ എന്റെ മക്കൾക്ക് തിരിച്ചു തന്നു. അതെ, സത്യം പറയാലോ, വിദ്യമോളുടെ കൂടെ പോകാൻ സാധിക്കാത്തതിൽ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിരുന്നു. പക്ഷേ നിങ്ങൾ വന്ന് ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ എന്റെ മനസ്സ് നിറഞ്ഞു. അമ്മയ്ക്കും ധന്യയ്ക്കും ഒരുപോലെ വയ്യാതിരിക്കുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. വലിയ വായിൽ വർത്താനം പറയുമെങ്കിലും ഒരു കാര്യവും തനിച്ച് ചെയ്യാനുള്ള ധൈര്യമൊന്നും ധന്യയ്ക്കില്ല. പിന്നെ മനോജേട്ടൻ എന്നെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ഞാനത്ര പൊട്ടിയൊന്നുമല്ല. പിന്നെ വയ്യാതെ വരുമ്പോ ഉണ്ടാകുന്നൊരു ധൈര്യക്കുറവ്, അത് സത്യം. അത് മാത്രമല്ല, എന്റെ മോളുടെ ഇത്രയും വലിയൊരു കാര്യത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ലെന്നുള്ളൊരു വിഷമമുണ്ട്. അതൊന്നും സാരമില്ല അമ്മായി. ഇതൊരു തുടക്കം മാത്രല്ലേ. വിദ്യക്ക് ഇനി ഒരുപാട് അവസരങ്ങൾ വരും. അന്ന് എല്ലാ കാര്യത്തിനും നമുക്ക് പങ്കെടുക്കാലോ. ഞാനും ഇത് തന്നെയാ ധന്യോട് പറഞ്ഞത്. കൂടെ ഇല്ലെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എന്റെ ഒപ്പം ഉണ്ടാവും എനിക്കറിയാം. സമയം അധികം വൈകിക്കണ്ട. നിങ്ങൾ പോകാനുള്ള കാര്യങ്ങൾ റെഡിയാക്കിക്കോ. സിറ്റിയിൽ നല്ല ട്രാഫിക് ഉണ്ട്. പാക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞതാ. ഇവരെ തനിച്ചാക്കി പോണം എന്നൊരു സങ്കടം കൊണ്ടിരുന്നതാ. ഇനിയിപ്പോ സമാധാനമായിട്ട് പോയിട്ട് വരാല്ലോ. ഇല്ലടി മോളെ? ഒരു ടെൻഷനും വേണ്ട. അമ്മാവനും വിദ്യ സന്തോഷത്തോടെ പോയിട്ട് വാ. ഓ അച്ഛാ, ഞാൻ പോയി ബാഗൊക്കെ എടുത്തിട്ട് വരാം. ചെല്ലേ വാ മീരെ. ഓ ആദർശേട്ടനും വാ. ഒരു കൈ സഹായം. ചെല്ല്. ധന്യ, നീ ആദർശിന്റെ വീട്ടിൽ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്താ പ്രശ്നം ഉണ്ടാക്കാനാണോ അങ്ങോട്ട് പോകുന്നത്? നിന്നെ നിന്റെ നാവിനെ എനിക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ട് പറഞ്ഞതാ. ആദർശം മേരിയും നമ്മളോട് കാണിക്കുന്ന ഈ സ്നേഹം അത് അവർക്ക് തന്നെ ദോഷമാകരുത്. അമ്മയും മനോജനൊപ്പം അങ്ങ് ചേർന്നോ? നിങ്ങൾ ആരും പേടിക്കണ്ട. എന്റെ കുഴപ്പം കൊണ്ട് മീരയ്ക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല. അമ്മേ, അമ്മയുടെ BP കൂട്ടുന്നൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഡാ, നിനക്ക് കുറച്ച് നാളായിട്ട് എന്നെ കളിയാക്കൽ ഇത്തിരി കൂടുന്നുണ്ടേ. കളിയാക്കിയൊന്നും അല്ല അമ്മേ. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കേട്ടാ എന്റെ അമ്മയുടെ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം ഉറപ്പാ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ആദർശേട്ടൻ വിളിച്ചിരുന്നു. എന്താ വിശേഷം? നിന്റെ ജോലിയുടെ കാര്യമെല്ലാം പറയാൻ വിളിച്ചതായിരിക്കും അല്ലേ? അല്ല, വേറൊരു കാര്യം പറയാനാ വിളിച്ചത്. അതെന്ത് കാര്യം? ആദർശേട്ടനും മീരയും മനോജങ്ങളുടെ വീട്ടിലുണ്ട്. മനോജിന്റെ വീട്ടിലോ? അതെന്തിനാ അവര് അങ്ങോട്ട് പോയത്? ധന്യ അവിടെ തന്നെ ഉള്ളത് കൊണ്ട് സാവിത്രി അമ്മ ആദർശിന്റെ വീട്ടിലേക്ക് പോകുന്നില്ലെന്നാണല്ലോ ഹരിയേട്ടൻ പറഞ്ഞത്. ആ തീരുമാനങ്ങളൊക്കെ മാറ്റി. അപ്പോ സാവിത്രി അമ്മയും മീരയും ആദർശം കൊണ്ടുപോകണോ? ഒരു കണക്കിന് നന്നായി. 2-3 ദിവസമെങ്കിലും സാവിത്രി അമ്മയ്ക്ക് ധന്യയുടെ ശല്യം ഇല്ലാതെ സമാധാനത്തോടെ നിൽക്കാലോ. മുത്തശ്ശി മാത്രമല്ല പോകുന്നത്, ധന്യാന്റിയുണ്ട്. ധന്യോ? എവിടെ? എന്റെ അമ്മയെ ധന്യാന്റിയും മുത്തശ്ശിയും
ആദർശേട്ടന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയാനാ ആദർശേട്ടൻ വിളിച്ചത്. അതെന്തിനാ? ആ ധന്യ എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് തീരുമാനിക്കേണ്ടത് നമ്മളല്ലല്ലോ, ആദർശേട്ടനും മീരയല്ലേ. അവർക്കത് ശരിയാണെന്ന് തോന്നിക്കാണും. ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. അവളെ ആ വീട്ടിൽ കയറ്റി ശരിയാവില്ല. ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ BP കൂടുന്നു. ഈ മീരയ്ക്ക് ഇത് എന്താ പറ്റിയേ? ധന്യയുടെ സ്വഭാവം മീരയ്ക്ക് അറിയാവുന്നല്ലേ. ഇനി ഹരിയേട്ടൻ കൂടി അറിഞ്ഞിട്ടാവോ ഈ തോന്നിവാസം? ഹരിയച്ചൻ അറിഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്നെ വിളിച്ച് ആദർശേട്ടൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഹരിയേട്ടാ, ഹരിയേട്ടാ. അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? എന്തിനാ ഹരിയച്ചൻ വിളിച്ച് ചോദിക്കുന്നേ? എന്താ പിന്നെ എന്തിനെങ്ങനെ വിളിച്ചു പോകുന്നത്? എനിക്കൊരു കാര്യം അറിയണം. എന്താ അറിയേണ്ടത്? ചോദിച്ചാലേ പറയാൻ പറ്റൂ. ധന്യയും സാവിത്രിയമ്മയും ആദർശിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം ഹരിയേട്ടൻ അറിഞ്ഞായിരുന്നോ? ഇല്ല. ധന്യ യാത്ര ഒഴിവാക്കിയതുകൊണ്ട് സാവിത്രിയമ്മ പോകുന്നില്ലെന്നാ ഞാൻ അറിഞ്ഞത്. വെറുതെ എന്നോണ പറയണ്ട ഹരിയേട്ടാ. മീര ഹരിയേട്ടനോട് പറയാതെ ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. എന്റെ ബീനെ, ഞാൻ പറയുന്നത് സത്യമാണ്. ഇങ്ങനൊരു കാര്യം ഇപ്പതേ ബീന പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അതൊക്കെ പോട്ടെ, ഇതാരാ ഇപ്പൊ ബീനോട് പറഞ്ഞത്? ഞാനാ ഹരിയച്ച. ആദർശേട്ടൻ എന്നെ വിളിച്ചിരുന്നു. അവര് മനോജങ്ങളുടെ വീട്ടിലുണ്ടെന്നും ധന്യേന്റെയും മുത്തശ്ശിയെയും കൂട്ടിക്കൊണ്ട് പോകുന്നെന്നും പറഞ്ഞു. ആണോ? ഏതായാലും നന്നായി. വയ്യാത്ത അവസ്ഥയില് അമ്മയും ധന്യയും ഒറ്റയ്ക്ക് നിൽക്കുന്നതിൽ നല്ലത് അതാണ്. ഹരിയേട്ടൻ എന്തൊരു മണ്ടത്തരായി പറയുന്നേ. ധന്യയുടെ സ്വഭാവം ഹരിയേട്ടൻ അറിയാവുന്നതല്ലേ. അവളെ ആ വീട്ടിൽ കയറ്റിയ വൈകാതെ മീരെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മറ്റൊരു വീട്ടിൽ ചെന്നാ എങ്ങനെ പെരുമാറണമെന്നൊക്കെ ധന്യയ്ക്ക് അറിയാം. ആ, അവൾക്കൊരു കുന്തം അറിയില്ല. ഒന്നാമതേ അവൾക്ക് മീരമോളോട് നല്ല അസൂയുണ്ട്. അവളുടെ മകളുടെ വിവാഹം നടക്കുന്നതിന് മുമ്പ് മീരയുടെ വിവാഹം നടന്നില്ലേ? അതിന്റെ കുശുമ്പ് നല്ലോണം ഉണ്ടെന്ന് എനിക്കറിയാം. അവൾ അല്പമെങ്കിലും ഒന്ന് അടങ്ങിയത് ആദർശ കേസിൽ പെട്ടതുകൊണ്ട് മാത്രം. എന്ന് കരുതി അവിടെ ചെന്ന് എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? പിന്നെ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മനോജങ്കിൾ ധന്യാന്റിയെ ആദർശന്റെ വീട്ടിലേക്ക് വിടില്ലായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പൊ വിട്ടത് കണ്ടില്ലേ? ഈ മീരയ്ക്ക് ഇത് എന്താ പറ്റിയത്? ധന്യയെക്കുറിച്ച് എല്ലാം അറിഞ്ഞു വെച്ചിട്ടും സാവിത്രി അമ്മയോട് പോലും ഒരു വാക്ക് പറയാതെ ആ നാശത്തിന് അങ്ങോട്ട് കൊണ്ടുപോകുന്ന എന്തിനാ? ഹരിയേട്ടൻ വേഗം മീരയെ വിളിച്ച് ധന്യെ കൊണ്ടുപോകണ്ടെന്ന് പറ. ബീന എന്ത് വിവരക്കേടായി പറയുന്നത്? ഞാൻ എങ്ങനെ അങ്ങനൊരു കാര്യം വിളിച്ചു പറയുന്നത്? അല്ലെങ്കിൽ തന്നെ ആദർശ് എന്ത് കരുതും? അതൊക്കെ ഓർത്ത് മിണ്ടാതിരുന്നാലേ നശിക്കുന്നത് നമ്മുടെ മോളുടെ ജീവിതമായിരിക്കും. അമ്മ ഇങ്ങനെ ടെൻഷനാവാതെ ഒന്ന് സമാധാനിക്ക്. അമ്മയുടെ വെപ്രാളം കണ്ട ആദർശന്റെ വീട്ടില് ആരോ ബോംബ് വെച്ചെന്ന് തോന്നുമല്ലോ. ആ, ബോംബ് തന്നെയാ. സർവ്വതും നശിപ്പിക്കാൻ ശക്തിയുള്ള ബോംബ്. ആ ധന്യയുടെ വാ തുറന്ന കുടുംബം കലക്കുന്ന വർത്താനങ്ങളെ പുറത്തു വരൂ. ബീന ഒന്ന് സമാധാനിക്ക്, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇല്ല ഹരിയേട്ടാ, ഹരിയേട്ടൻ എങ്ങനെയെങ്കിലും ധന്യ അങ്ങോട്ട് കൊണ്ടുപോകരുതെന്ന് മീരയോടൊന്ന് വിളിച്ചു പറ. ഞാൻ എന്ത് ചെയ്യാനാ ബീന? അല്ലെങ്കിൽ തന്നെ എനിക്കങ്ങനെ മീരയോട് വിളിച്ചു പറയാനൊന്നും പറ്റില്ല. ധന്യ മീരയുടെ അമ്മായിയാണ്. അതുപോലെ തന്നെ സാവിത്രി അമ്മ മുത്തശ്ശിയും. എന്നെപ്പോലെ തന്നെ അവർക്ക് മീരയുടെ കാര്യത്തിൽ അവകാശവും അധികാരവും ഉണ്ട്. അവരെ വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത് തെറ്റല്ലേ? പിന്നെ മീര വിവാഹിതയാണ്. അവൾക്കിപ്പോൾ ഭർത്താവും ഉണ്ട്. അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും അഭിപ്രായങ്ങൾ പറയേണ്ടതും അവർ തന്നെയാണ്. ഹരിയച്ചൻ പറഞ്ഞതാ ശരി. അല്ലെങ്കിൽ തന്നെ ധന്യാന്റി അങ്ങോട്ട് പോയെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അമ്മ വെറുതെ ടെൻഷൻ ആവണ്ട. ഞാൻ പറയുന്നതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല. ബീന പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. അത് തനിക്ക് ധന്യയോടുള്ള ദേഷ്യം കൊണ്ടും മീരയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആദ്യം കൊണ്ടാ. അതൊന്നും കാര്യമാക്കണ്ട. പിന്നെ ധന്യ തനിച്ചല്ലല്ലോ, സാവിത്രിയമ്മ കൂടെയില്ലേ. അതുകൊണ്ട് ധന്യയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എന്നാലും ഹരിയേട്ട, ഒരെന്നാലും ഇല്ല. പിന്നെ ഒരു കാര്യം സത്യമാണ്, മീരയ്ക്ക് ദോഷമാകുന്നു തോന്നുന്ന ഒന്നിനും മനോജ് സമ്മതിക്കില്ല. ധന്യയെ പോകാൻ മനോജ് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് മീരയുടെ ലൈഫിന് ധന്യയുടെ വിസിറ്റ് കാരണം ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പുകൊണ്ട് മാത്രമാണ്. ബീന ഒന്ന് സമാധാനത്തോടെ ഇരിക്കുക. എടാ സൂരജെ, ഞാൻ ഈ ടെൻഷൻ ആവുന്നതേ ധന്യ കാരണം മീരയുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടൊന്നുമല്ല. അതെനിക്കറിയാമേ.
എന്റെ അമ്മ ഈ ലോകത്ത് ഏറ്റവും സ്നേഹിക്കുന്നത് അമ്മയെ തന്നെയാണെന്ന് മറ്റാരേക്കാൾ എനിക്കറിയാലോ. സൂരജ്, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടേ. എന്റെ വായിന്ന് വെറുതെ ഒന്നും കേക്കണ്ട. എടാ, ആ ധന്യ ആദർശിനെ കണ്ട ഉടനെ കമ്പനിയുടെ സബ് കോൺട്രാക്ട് നേടിയെടുത്തു. 2 ദിവസം അവിടെ പോയി നിന്നാലേ അവളും മിക്കവാറും ആ വീട്ടുകാരുടെ പകുതി സ്വത്ത് സ്വന്തം പേരിലാക്കും. അത്രയ്ക്ക് കുരുട്ടുബുദ്ധി അവൾക്കുണ്ട്. അതൊക്കെ അമ്മയുടെ വെറും തോന്നലാണ്. ആദർശനും വീട്ടുകാരും എന്താ അത്രയ്ക്ക് വിവരമില്ലാത്തവരാണോ? അതെ, നിനക്ക് ധന്യെ നന്നായിട്ട് അറിയാത്തത് കൊണ്ട് തോന്നുന്നതാ. അവൾ ആ വീട്ടിൽ ചെന്നാ ഞാനും അവിടെ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിലേ ധന്യ ആദർശിന്റെ വീട്ടുകാരുടെ മുമ്പില് എന്നെ വെറും മോശക്കാരിയാക്കി മാറ്റും.